എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ CPAS അതായത് സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫീസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് 4 വർഷത്തേക്ക് എത്ര രൂപയാണ് ഫീസ് നിങ്ങൾക്ക് വരിക എന്നുള്ള കാര്യം ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ NRI ആപ്ലിക്കേഷൻസിന് അതായത് NRI കോട്ടയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 2500 അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീസായിട്ട് 40 രൂപയുമാണ് വരിക. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് 800 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ 800 രൂപയോടൊപ്പം 20 രൂപ ട്രാൻസാക്ഷൻ ഫീസായിട്ടും വരുന്നതാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അതായത് നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ അപേക്ഷ വഴി നിങ്ങൾക്ക് വിവിധ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതുപോലെയുള്ള മറ്റ് അതായത് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് കീഴിലുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അപ്പോൾ എല്ലാ കോഴ്സുകളിലേക്കും കൂടിയിട്ട് ഒരു പ്രോസ്പെക്ടസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് മുഴുവൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു CPASന് കീഴിലുള്ള എല്ലാ കോളേജുകളിലെയും അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളിലെയും ആ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ജസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സിൻ്റേത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിൻ്റെ അതായത് എവിടെയൊക്കെയാണുള്ളത് അതുപോലെ തന്നെയുള്ള ഈ ഒരു UG കോഴ്സ് ഡീറ്റെയിൽസിൻ്റെ ആ ഒരു ഇൻഡെക്സ് നൽകിയിട്ടുണ്ട്. അതായത് പേജ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് പ്രകാരം നിങ്ങൾക്ക് ഓരോ കോളേജിലും ഈ ഒരു CPAS അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് 25 സീറ്റ് മുതൽ അതുപോലെ ചില ആ ഒരു സെൻറ്റേഴ്സിൽ 20 സീറ്റാണുള്ളത്. അതുപോലെ ചില സെൻറ്ററിൽ 30 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ചില സെൻട്രൽ ഗവൺമെൻറ് ആണ് അലോട്ട്മെൻറ്റ് ആ ഒരു സീറ്റ് ഫുൾ അലോട്ട്മെൻറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഗവൺമെൻറ് വഴിയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു സെൻറ്ററിൽ 50 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 25 സീറ്റ് അതായത് 50% സീറ്റ് ഗവൺമെൻറ്റും 50% CPAS അലോട്ട്മെൻറ്റ് വഴിയുമാണ് ഈ ഒരു അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് LBSലൂടെയാണ്. അപ്പോൾ LBS വഴിയും നിങ്ങൾക്ക് CPASലേക്ക് അഡ്മിഷൻ നേടാം. അപ്പോൾ നിങ്ങൾക്ക് LBS വഴിയാലും അല്ലെങ്കിൽ നിങ്ങൾ CPAS വഴിയാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ സെയിം ഫീസ് തന്നെയാണ്, ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഫീസ് സ്ട്രക്ചർ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു അതായത് ഈ ഒരു LBS വഴി LBS വഴി മാത്രം അലോട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ഒരു നെടുങ്കണ്ടം അതുപോലെ തന്നെ കൊട്ടാരക്കര അതുപോലെ തന്നെ അതായത് കാഞ്ഞിരപ്പള്ളി അതുപോലെ തന്നെ സീതാത്തോട് എന്നിവിടങ്ങളിലെ ഈ ഒരു CPASൻ്റെ സെൻറ്റേഴ്സിലുള്ള സീറ്റുകൾ മുഴുവൻ ഈ ഒരു LBS വഴിയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതായത് ഈ ഒരു CPAS നെടുങ്കണ്ടത്തിൽ ഈ ഒരു 30 സീറ്റ് CPAS വഴി അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ബാക്കി 3 സെൻറ്റേഴ്സാണ് അതായത് ഈ ഒരു കൊട്ടാരക്കര, കാഞ്ഞിരപ്പള്ളി അതുപോലെ സീതാത്തോട് എന്നിങ്ങനെയുള്ള 3 സെൻറ്റേഴ്സിലെ ആ ഒരു സീറ്റുകളാണ് LBS വഴി ഫുള്ളായിട്ട് അലോട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് എത്രയാണ് വരിക എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഫീസ് സ്ട്രക്ചർ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ എത്ര അഡ്മിഷൻ ഫീസ്, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആയിട്ടുള്ള ആ ഒരു കോഷൻ ഡെപ്പോസിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ അഫിലിയേഷൻ ഫീസ്, അതുപോലെ തന്നെ കൺസ്യൂമബിൾ സ്റ്റേഷനറി, അതുപോലെ ഫീ ഫോർ ID കാർഡ്, അതുപോലെ തന്നെ ലാബ് ആൻഡ് ലൈബ്രറി, അതുപോലെ മെഡിക്കൽ ചെക്കപ്പ് ആൻഡ് വാക്സിനേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ റീക്രിയേഷൻ ആൻഡ് സ്പോർട്സ് ഫീ, അതുപോലെ തന്നെ ട്യൂഷൻ ഫീ, അതുപോലെ ടോട്ടൽ സ്പെഷ്യൽ ഫീസ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ എത്ര രൂപയാണ് സ്പെഷ്യൽ ഫീസും അതുപോലെ തന്നെ ട്യൂഷൻ ഫീസും വരിക എന്നുള്ള കാര്യം നോക്കാം. ആദ്യ വർഷം ആണെങ്കിൽ നിങ്ങൾക്ക് CPAS വഴിയാണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റ് വഴിയാണെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 30,300 രൂപയും ട്യൂഷൻ ഫീ ഇനത്തിൽ 83,025 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രാൻഡ് ടോട്ടൽ 1,13,325 രൂപയാണ് ആദ്യത്തെ വർഷം ഫീസ് വരിക. രണ്ടാം വർഷം നിങ്ങൾക്ക് വരുന്ന സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് അതായത് ടോട്ടൽ സ്പെഷ്യൽ ഫീസ് ആദ്യ വർഷത്തേക്കാൾ കുറഞ്ഞ് പിന്നീട് ഈ ഒരു 19,300 രൂപയാണ് സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ വരുന്നത്. അതുപോലെ ട്യൂഷൻ ഫീസ് ഇനത്തിൽ നേരത്തെയുള്ള അതേ സെയിം ഫീസ് തന്നെയാണ് 83,025 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 10,000 അതായത് 1,02,325 രൂപയാണ് ആകെ ആ ഒരു വർഷം സെക്കൻഡ് ഇയറിൽ വരുന്ന ഫീസ്. അപ്പോൾ ഈ ഒരു അടുത്ത സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അതുപോലെ തന്നെ ഫോർത്ത് ഇയർ എന്നിങ്ങനെയുള്ള ഈ ഒരു ബാക്കിയുള്ള ഈ ഒരു ടോട്ടൽ അതായത് ആദ്യ വർഷത്തിന് ശേഷം പിന്നീട് വരുന്ന വർഷങ്ങളിലുള്ള ഫീസ് എന്ന് പറയുന്നത് 1,23,000 ഈ ഒരു 2,325 രൂപയാണ്. അതായത് 1,02,325 രൂപയാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് NRI കോട്ടയിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോട്ടൽ സ്പെഷ്യൽ ഫീസ് വരുന്നത് അതായത് ഈ ഒരു ആദ്യ വർഷം വരുന്ന ഫീസ് നിങ്ങൾക്ക് 30,300 രൂപയാണ് സ്പെഷ്യൽ ഫീസായിട്ട് വരിക. അതുപോലെ ട്യൂഷൻ ഫീസ് ഇനത്തിൽ ഏകദേശം 95,000 രൂപയാണ് ആദ്യ വർഷം വരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഫീസ് വരുന്നത് അതായത് 1,24,850 രൂപയാണ്. അതുപോലെ തന്നെ NRI കോട്ടയിൽ രണ്ടാം വർഷം നിങ്ങൾക്ക് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും വരുന്ന രീതിയിൽ തന്നെ 19,300 രൂപയാണ് ടോട്ടൽ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ വരുന്നത്. ട്യൂഷൻ ഫീസ് നേരത്തെ പോലെ തന്നെ NRI കോട്ടയിൽ 9,000 അതായത് 95,000 രൂപയാണ് ഫീസ് വരിക. ടോട്ടൽ 1,12,850 രൂപയാണ് ഈ ഒരു ബാക്കി വരുന്ന 3 വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വഴിയാലും അല്ലെങ്കിൽ ഈ ഒരു സി പാസ് വഴിയാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യ വർഷത്തിൽ നിങ്ങൾക്ക് ഈ ഒരു 1,13,325 രൂപയും അടുത്ത വർഷം മുതൽ 1,02,325 രൂപയുമാണ് ഫീസ് വരിക. NRI കോട്ടയിലാണെങ്കിൽ ആദ്യ വർഷം 1,24,850 രൂപയും രണ്ടാം വർഷം മുതൽ 1,12,850 രൂപയുമാണ് ഫീസായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഈ ഒരു പ്രീ റിസൈവ്ഡ് റേറ്റ് ഓഫ് ഫീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെയും സി പാസിൻ്റെയും എന്തെങ്കിലും ഈ ഒരു ഫീസിൽ വല്ല മാറ്റങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു ഫീസിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ SC ST കാറ്റഗറിയിൽ അതുപോലെ OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു അഡ്മിഷൻ ഫീസ് ഇനത്തിൽ അതായത് 1000 രൂപയാണ് ആദ്യ വർഷം വരുന്നത്. ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ 10,000 രൂപയും ടോട്ടൽ 11,000 രൂപയുമാണ് നിങ്ങൾക്ക് ഫീസ് ഇനത്തിലായിട്ട് വരുന്നത്. അതായത് ടോട്ടൽ SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു 11,000 രൂപയാണ്. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എന്നിങ്ങനെ ഉള്ള ഇയറുകളിൽ നിങ്ങൾക്ക് ഫീസൊന്നും വരുന്നില്ല. ആകെ വരുന്നത് ആദ്യത്തെ ആ അഡ്മിഷൻ ഫീസായിട്ടുള്ള 1000 രൂപയും പിന്നീട് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 10,000 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഇവിടെ ഒരു 3 സ്റ്റാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഫീ ഹാസ് ടു ബി സാങ്ഷൻഡ് ഫ്രം E-Grants, അതായത് E-Grants സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ആ ഒരു ഫീസ് ബാക്കി അടക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് വിൽ ബി സബ്ജക്ട് ടു ചേഞ്ച് ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ് മെയ്ഡ് ബൈ ദ സി പാസ് ആൻഡ് ഗവൺമെൻറ്. അതായത് ഫീസിൽ ചിലപ്പോൾ ചേഞ്ച് വന്നേക്കാം. അത് ഗവൺമെൻറ്റിൻ്റെയും സി പാസിൻ്റെയും ആ ഒരു ഓർഡറിനനുസരിച്ചിട്ടാണ് അതിൽ മാറ്റം വരിക എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആർ അറ്റ് ആക്ച്വൽ റേറ്റ്സ് എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീസ് ആപ്ലിക്കബിൾ ഫോർ വേരിയസ് കോഴ്സസ് വിൽ ബി റേറ്റ്സ് ആസ് ഫിക്സഡ് ബൈ ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് ആണ് ഈ ഒരു ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ examination fee shall be remitted by each candidate to the university at the time of respective examination. അതായത് SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ ടൈമിൽ ആ ഒരു എക്സാം ഫീസ് നിങ്ങൾ അടക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതായത് ആ ഒരു ഡീറ്റെയിൽസ് പ്രത്യേകം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അതായത് ഈ ഒരു SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഫീസായിട്ട് 1000 രൂപയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റിനത്തിൽ അതായത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ചു കിട്ടുന്ന ഒരു ഫീസാണ് കോഷൻ ഡെപ്പോസിറ്റ്. അപ്പോൾ ആ ഒരു പൈസ 10,000 രൂപയും ടോട്ടൽ 11,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എത്ര രൂപയാണ് ഫീസ് നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് വഴിയായാലും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് വഴിയായാലും നിങ്ങൾക്ക് അതായത് ഈ ഒരു സി പാസ് വഴിയായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലും സെയിം ഫീസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ എത്രയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് however the amount shall refunded those who discontinues after getting admission but before the closure of admission. Those who discontinue after closure of admission shall have to pay tuition fee for the remaining years of the study as liquidated damage as per the rule in force. അതുപോലെ തന്നെ to those who get admission under government quota, government rules will be applicable in this regard. അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് ഷാൽ ബി റീഫണ്ടഡ് ഓൺലി ഓൺ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് ലിയബിലിറ്റീസ് ഇഫ് എനി. അതായത് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ കോഷൻ ഡെപ്പോസിറ്റിൽ നിന്ന് അത് റിമിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഫീസ് അങ്ങനെയൊന്നും അടക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു തരിക എന്നുള്ളതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വർഷങ്ങളിൽ വരുന്ന ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ് എന്നുള്ളതും ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് കോട്ടയിൽ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്, അതായത് LBS വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അത് ആ ഒരു നിങ്ങൾക്ക് ഫീസ് അതായത് നിങ്ങൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്, അതായത് അഡ്മിഷന് മുമ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പൈസയൊക്കെ റീഫണ്ടായിട്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതേസമയം അഡ്മിഷൻ കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ സി പാസ് വഴി അഡ്മിഷൻ നേടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങളിൽ നിന്നും അതായത് ഈ ഒരു അഡ്മിഷൻ നേടിയ ശേഷമാണ് നിങ്ങൾ അതായത് ആദ്യത്തെ വർഷത്തിന് ശേഷം പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അഡ്മിഷൻ നേടിയ ശേഷം നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിക്വിഡേറ്റ് ഡാമേജ് അതായത് നഷ്ടപരിഹാരം, അത് ബാക്കിയുള്ള വർഷത്തേക്ക് വരുന്ന ഫീസ് നിങ്ങൾ നഷ്ടപരിഹാരമായിട്ട് അടക്കേണ്ടതായിട്ട് വരുന്നതാണ് ഈ ഒരു സി പാസ് വഴി അഡ്മിഷൻ നേടുന്ന സമയത്ത്. അതേസമയം ഗവൺമെൻറ് കോട്ട വഴി LBS വഴി നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് ആ ഒരു അതായത് എത്ര രൂപയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതായത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു LBSൻ്റെ ആ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഗവൺമെൻറ് പറയുന്നത് പോലെയാണ് ആ ഒരു അതായത് നഷ്ടപരിഹാരം ഈടാക്കുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു ടോട്ടലായിട്ട് ഫീസ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വർഷം ഏകദേശം
അതായത് 1,13,000 രൂപയാണ് അതായത് ആ ഒരു ഫീസ് വരുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് മറ്റ് ഫീസുകളായിട്ടുള്ള നിങ്ങളുടെ യൂണിഫോം അതുപോലുള്ള മറ്റ് ഫീസുകൾ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീസ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഫീസ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് എക്സാം ഫീസ് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു CPAS വഴി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ ജനറൽ ആണെങ്കിലും SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള കോഴ്സുകളായിട്ടുള്ള MLT അതുപോലുള്ള അതായത് ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. BSc നഴ്സിംഗ്, അതുപോലെ BSc MLT അതായത് ലാബോറട്ടറി ടെക്നോളജിയാണ്, അതുപോലെ BPT അതായത് ഈ ഒരു ഫിസിയോതെറാപ്പിയാണ്, BSc മെഡിക്കൽ മൈക്രോബയോളജി, അതുപോലെ BPharm ലാറ്ററൽ എൻട്രി ടു സെക്കൻഡ് ഇയർ എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് ഈ ഒരു അതായത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് ഈ ഒരു BSc കോഴ്സുകളായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് PG കോഴ്സുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ ഈ ഒരു സെൻഡ് ചെയ്യണം, അതായത് നിങ്ങൾ CPASലേക്ക് അത് അയച്ചു നൽകേണ്ടതുണ്ട് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അയക്കുന്ന ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. ചില ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റുകളും ആയിരിക്കണം. അത് കറക്റ്റായിട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് എന്നുള്ള കാര്യം അതായത് ഈ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കത് കാണിച്ചു തരാം. അതായത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഓരോ കോഴ്സിനും അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണ് എന്നുള്ളത് ആ ഒരു കോഴ്സിൻ്റെ മുകളിലായിട്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അയക്കേണ്ടത് എന്നുള്ളതും അതുപോലുള്ള അയക്കുന്ന ഡോക്യുമെൻറ്റുകളിൽ ഏതൊക്കെ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അപേക്ഷിച്ച ശേഷം അപേക്ഷയുടെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് അതായത് സൂക്ഷിച്ച് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ ആ റെസീപ്റ്റും നിങ്ങളുടെ കയ്യിൽ ഒന്ന് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റുകൾ കൂടി നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അയച്ചു നൽകാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകം ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ കാരണവശാലും ഒരു മെമ്മോയോ മറ്റോ ഒഫീഷ്യൽ അതായത് നിങ്ങൾക്ക് ഈ ഒരു അയക്കുന്നതായിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.